നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കാടുമായിട്ട് ബന്ധപ്പെട്ടും വനദേവതകളെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മരമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വനദേവതമാർ കുടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മരം. അത് വേറൊന്നുമല്ല, നമ്മുടെ വെൺതേക്ക്, വെണ്ണിലവ് എന്നൊക്കെ അറിയപ്പെടുന്ന വെള്ളിലവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു മരമാണ്. ഇത് തേക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും തേക്ക് വർഗ്ഗത്തിൽപ്പെടുന്ന മരമാണെന്ന്. ഒരിക്കലുമല്ല, ഇത് തേക്കുമായിട്ട് ബന്ധമില്ല. തേക്ക് എന്ന് പറയാനുള്ളൊരു കാരണം ഇതിൻ്റെ ആ ഒരു തേക്കിൻ്റെ തടിയുമായിട്ട് അതിൻ്റെ ഈടിലും ബലത്തിലും ഒക്കെ സാമ്യമുള്ളത് കൊണ്ടാണ് നമ്മളിത് വെൺതേക്ക് എന്നിതിനെ വിളിക്കുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത് പശ്ചിമഘട്ട മേഖലകളിലാണ്, മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത്. നമ്മുടെ മൂന്നാർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെയൊക്കെ ഇങ്ങനെ തണൽ വിരിച്ച് വലിയ മരമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാം. അത്രത്തോളം സ്ട്രോങ് ആണ്. ഇതുകൊണ്ട് ഫർണിച്ചറുകൾ ഉണ്ടാക്കാം, അതേപോലെ തന്നെ വീട് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മരമാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ട് ബ്രിട്ടീഷുകാരും ഇതിൻ്റെ തടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്തിനൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് അതോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മരത്തെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെന്നെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.